السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും നമ്മുടെ സഹോദരി സഹോദരന്മാർ ഹജ്ജ് എന്ന മഹത്തരമായ നിർബന്ധ ബാധ്യത പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഇസ്ലാമിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ചെയ്യാൻ അവർക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം കിട്ടുന്ന ആ ഹജ്ജ് ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാം പൂർത്തീകരിക്കണമെങ്കിൽ, കഴിവുള്ളവനാണെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിൽ ഒന്നാമത്തെ കാര്യം അവൻ്റെ വിശ്വാസ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന സത്യസാക്ഷ്യം അവൻ വിശ്വസിച്ചിരിക്കണം, അത് ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കണം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് വ ഇഖാമിസ് സ്വലാ, അവൻ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം. വ ഈതാഇസ് സക്കാ, സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. വ ഹജ്ജിൽ ബൈത്ത്, അവൻ ഹജ്ജ് ചെയ്യണം. വ സൗമി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കണം. സഹോദരങ്ങളെ, അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കാത്ത ഒരുവന് അവൻ ഇസ്ലാം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ആ ഹജ്ജിൻ്റെ മഹത്തരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ ഒരു മുസ്ലിമിന് നൽകുന്ന അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതുകൊണ്ട് അവന് കിട്ടുന്ന നേട്ടം എന്താണ്? മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. അദ്ദേഹം വളരെ പ്രായം ചെന്നപ്പോൾ പറയുകയാണ്, ഞാനിതാ ഇസ്ലാം എൻ്റെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തായി നൽകിയ നിമിഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ കരങ്ങൾ നീട്ടി തരണം, ഞാനിത് ബൈഅത്ത് ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ നീട്ടി. ഇദ്ദേഹവും കരങ്ങൾ നീട്ടാൻ പോയപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം പിന്നോട്ട് വലിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അംർ, നിനക്ക് എന്താണ് പറ്റിയത്? ഇസ്ലാം സ്വീകരിക്കാൻ വന്ന നീ എന്തുകൊണ്ടാണ് കൈ പിൻവലിച്ചത് എന്ന് ചോദിച്ചു. അംറിന് തൻ്റെ കഴിഞ്ഞുപോയ ജാഹിലിയത്തിലുള്ള ഒരുപാട് അവസ്ഥകൾ ആലോചിക്കുകയുണ്ടായി. ഇസ്ലാമിനോട് അങ്ങേയറ്റം ഒരുപാട് ക്രൂരതകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ എൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, ഓ അംർ, നിനക്കറിയില്ലേ, നീ ഇസ്ലാം സ്വീകരിച്ചാൽ കഴിഞ്ഞുപോയ നിന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരുന്നതാണ്. വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിജ്റ ചെയ്ത് ഇസ്ലാമിക രാജ്യത്തേക്ക് നീ പുറപ്പെട്ടാൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. മൂന്നാമതായി പറഞ്ഞ കാര്യം വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹ്, ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എന്നാണ്. അങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിച്ചപ്പോൾ പാപരഹിതരായി, പാപങ്ങളില്ലാതെ, ഒരു പാപക്കറയുമില്ലാതെ എങ്ങനെയാണോ നമ്മൾ പ്രസവിച്ച് വീണത്, അതുപോലുള്ളൊരു ഒരു കുട്ടിയെ പോലെ നമ്മൾ മാറുമെന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞല്ലോ, മൻ ഹജ്ജ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ അതിൽ മേച്ഛകരമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ലൈംഗികപരമായതോ
അതല്ലെങ്കിൽ മറ്റ് തിന്മകളോ ഒന്നും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ഒരുവനെ പോലെ അവന് ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ സാധിക്കുമെന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. ഹജ്ജുൽ മബ്റൂർ അഥവാ പാപങ്ങളൊന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്, സ്വർഗമല്ലാതെ മറ്റൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി നൽകുകയില്ല. ഏറ്റവും കുറഞ്ഞത് അവന് സ്വർഗമാണ് എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ പ്രാധാന്യം കൽപ്പിച്ച നമ്മുടെ ഇസ്ലാം പൂർത്തീകരിക്കണമെങ്കിൽ നിർബന്ധമായി നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ഏൽപ്പിച്ച ഈ ഇബാദത്ത്, ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത, സ്വർഗ പ്രവേശനം ഉറപ്പു നൽകിയ ഈ ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് സഹോദരങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ആ ഹജ്ജിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരാൾ സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജ് ചെയ്താലും ശരി, അവൻ എത്രമേൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട പാഠങ്ങൾ, ലക്ഷ്യങ്ങൾ അവൻ നേടിയെടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ അവന്റെ ഹജ്ജ് ബാത്തിലായി തീരുന്നതാണ്. അവന്റെ ഹജ്ജ് അല്ലാഹുവിൽ സ്വീകാര്യയോഗ്യമായി തീരുകയില്ല. ഈ പറയുന്ന നേട്ടങ്ങളൊന്നും തന്നെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാരും, ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഹജ്ജിന്റെ പാഠങ്ങളാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലേറ്റവും പരമപ്രധാനമായ ഒന്നാമത്തെ ഹജ്ജിന്റെ പാഠം എന്ന് പറയുന്നത് അത് തൗഹീദ് എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് ഈ തൗഹീദിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കുക, അല്ലാഹുവിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിക്കുക, അല്ലാഹുവിന് വേണ്ടി മാത്രം നമ്മൾ സക്കാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് ആകട്ടെ, മുഴുവൻ കർമ്മങ്ങളാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിൽപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം എന്ന തൗഹീദിന്റെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന മഹത്തരമായ കർമ്മം നിശ്ചയിച്ചിട്ടുള്ളത്. അല്ല, ദീനുൽ ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അതിൽ നമ്മൾ പരിശോധിച്ചാൽ തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായ ഹിക്മത്ത് അതിന് പിന്നിലുണ്ടാകും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന ആ കഅബയെ പടുത്തുയർത്തുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത്, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ട് നാം ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവിടെ എങ്ങനെയാണ് പണിയേണ്ടത്, അവിടെ എന്ത് ലക്ഷ്യമാണ് ആ കഅബയുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്? അല്ലാ തുശ്രികു ബി ശൈഅ, അവിടെ എന്നിൽ പങ്കു ചേർക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അതിനെ നിശ്ചയിച്ചത് തന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന അടിസ്ഥാനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ ഭവനത്തിൽ തവാഫ് ചെയ്യാനും നിന്നും റുക്ഉ ചെയ്തും സുജൂദ് ചെയ്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭവും അവസാനവും എല്ലാം തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളും ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനമാണ് ഹജ്ജിലൂടെ ഉള്ളത്. നോക്കൂ, ഹജ്ജിന്റെ ഏറ്റവും മുന്തിയ കാര്യം എന്താണ്? ഹജ്ജിൽ ഏറ്റവും മുന്തിയ കാര്യം ഉച്ചത്തിലുള്ള തൽബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണത്. ആ ഹജ്ജിന്റെ തൽബിയത്ത് നോക്കൂ സഹോദരങ്ങളെ, ആ തൽബിയത്തിന്റെ അർത്ഥം എന്താണ്? ഷിർക്കിന്റെ അടിവേര് ഇളക്കി കളയുന്ന, തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ തൽബിയത്ത് എന്ന് പറയുന്നത്. നോക്കൂ, ഓരോ ഹാജിയും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യമായി പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? ആ തൽബിയത്താണ്. ആ തൽബിയത്തിനെ കുറിച്ച് മഹാനായ സഹാബി ഹജ്ജിന്റെ ഹദീസ് വിശദീകരിച്ച ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്തിനെ കുറിച്ച് പറഞ്ഞത് ഫഅഹല്ല ബിത്തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ട് തൽബിയത്ത് ചൊല്ലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് തൗഹീദ് കൊണ്ടുള്ള തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന തൗഹീദിന്റെ തൽബിയത്ത് സ്വഹാബികൾ പറഞ്ഞത് ഇത് തൗഹീദിന്റെ തൽബിയത്താണ്.
അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ദുനിയാവ് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവേ നിന്റെ ഭവനത്തിന്റെ അടുക്കലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം നൽകി നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവേ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നിതാ ഞാനിതാ ഉത്തരം നൽകുകയാണ്. ഇന്നൽ ഹംദ, മുഴുവൻ സ്തുതികളും, വന്നിഅമത, മുഴുവൻ അനുഗ്രഹങ്ങളും, ലക്, നിനക്കുള്ളതാണ്, വൽ മുൽക്ക്, മുഴുവൻ ആധിപത്യവും നിനക്കുള്ളതാണ്, ലാ ശരീക ലക്, നിനക്ക് യാതൊന്നും അതിൽ പങ്കില്ല എന്നുള്ളത് സഹോദരങ്ങളെ എത്ര കൃത്യമായാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഇതാ ജംറയിൽ കല്ലെറിയുന്നത് വരേക്കും ഹാജിമാരി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ തൽബിയത്തിന്റെ അർത്ഥം എന്നാൽ പല സാധുക്കൾക്കും മനസ്സിലായിട്ടില്ല. അല്ലാഹുൽ യാതൊരു പങ്കുകാരുമില്ല എന്നറിയിക്കുന്ന ഈ തൽബിയത്തിന്റെ അർത്ഥം പല സാധുക്കൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയം മുതൽക്ക് തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പല കാര്യങ്ങളും അവരുടെ വീടുകളിലും മറ്റും നടക്കുകയാണ്. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനകൾ നടക്കുകയാണ്. മൗലൂദുകളും റാത്തീബുകളും നടക്കുകയാണ്. മങ്കൂസ് മൗലൂദ് കഴിച്ചുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. കുത്തുബിയത്ത് കഴിച്ചുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. ജാറങ്ങളിലെല്ലാം പോയിക്കൊണ്ട് യാത്ര എളുപ്പമാകുന്നതിന് വേണ്ടി അവിടെ പണം നിക്ഷേപിച്ച് അവിടെയുള്ള ഔലിയോട് പ്രാർത്ഥിക്കുന്ന ആളുകളും വിരളമല്ല സഹോദരങ്ങളെ. ഒരുപാട് ആളുകൾ ഹജ്ജ് എന്ന ഈ മഹത്തരമായ കർമ്മത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ ഇതാ ഹജ്ജിനെ പൊളിച്ചു കളയുന്ന കാര്യത്തിലൂടെയാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് എന്നുള്ളത് എത്ര ഖേദകരമായ അവസ്ഥയാണ്. എത്ര ലക്ഷങ്ങളാണ് അവർ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്, എത്ര അധ്വാനമാണ്, എത്ര ദിവസത്തിന്റെ അധ്വാനമാണ് അവരതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം അവർക്ക് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും മുഴുവനും അള്ളാഹുവിനാണെന്നുള്ള ആ കാര്യം പ്രഖ്യാപിക്കലാണ് തൽബിയത്ത്. അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് എന്ന് സഹോദരങ്ങളെ പലർക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ സഹോദരങ്ങളെ, അവരുടെ മറുപടി എന്താണ്? അല്ലെ, ഈ ആളുകളുടെ മറുപടി എന്താണ്? ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോടൊന്നും അവരെ ഇലാഹുകളായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നും നമ്മൾ ചോദിക്കുകയാണ് എന്നാണ് ഈ സാധുക്കളെ പറഞ്ഞു പഠിപ്പിച്ച മറുപടി അതാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ വേളയിൽ തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരും ചൊല്ലിയ തൽബിയത്ത് ഇതേ കാര്യമാണ്. ഇന്നുണ്ടാകുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഏതൊരു ന്യായമാണോ അവർക്ക് ശിർക്കിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഇതേ ന്യായമാണ് ഹജ്ജിന് തൽബിയത്ത് ചൊല്ലിയ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയുമോ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്നവരാണ്. പലർക്കും ആ യാഥാർത്ഥ്യം തന്നെ അറിയാത്തവരാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാത്തവരല്ല, അള്ളാഹുവിനെ അറിയുന്നവരാണ്. അവരുടേതായ നിസ്കാരങ്ങൾ അവർ നിസ്കരിക്കാറുണ്ട്, അവരുടേതായ നോമ്പ് അവർക്കുണ്ട്, അവർ ഹജ്ജും നിർവഹിക്കാറുണ്ട്. ആ ഹജ്ജിൽ അവർ പറയുമായിരുന്നു എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം. മക്കയിലെ മുശ്രിക്കുകൾ കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറയുമായിരുന്നു ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരടുത്തത് എന്താണെന്ന് പറയുന്നത് അറിയാം. അതുകൊണ്ട് പറയും വൈലക്കും, നിങ്ങൾക്ക് നാശം, ഖദ് ഖദ്, അവിടെ നിർത്തുക, അള്ളാഹ്ക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അവിടെ നിർത്തുക, അതിനുശേഷം ഇനൊന്നും പറയാൻ പാടില്ല. അവർ പറയും ഇല്ലാ ശരീകൻ ഹുവലക്, അള്ളാഹുവിനൊരു പങ്കുകാരനുണ്ട്, ഹുവലക്, അള്ളാഹു അത് നിനക്കുള്ളതാണ്, തംലിക്കുഹു, അവനെ ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവെ നീയാണ്, വമാ മലക്, അവൻ ഉടമപ്പെടുത്തുന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നീയാണ് ഉടമപ്പെടുത്തുന്നത്, എല്ലാത്തിന്റെയും അധികാരം നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക മുശ്രിക്കുകൾ പ്രഖ്യാപിക്കുമായിരുന്നു. യഖൂലൂന ഹാദാ വഹും യതൂഫൂന ബിൽ ബൈത്ത്, അവർ ബൈത്തിൽ ആ കഅബയിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇത് പറയുമായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയും ഉസ്സയും കുറിച്ച് വിശ്വസിച്ച പാഠമാണ് ഈ പറഞ്ഞത്. എന്താണ് അവർ പറഞ്ഞത്? തംലിക്കുഹു, അല്ലാഹുവെ ലാത്തയെ ഉടമപ്പെടുത്തുന്നത് നീയാണ്, അല്ലാഹു ഉസ്സയെ ഉടമപ്പെടുത്തുന്നത് നീയാണ്, വമാ മലക്, അവരുടെ കയ്യിൽ നിന്നും കിട്ടേണ്ടതായ കാര്യം മുഴുവനും നിന്നിൽ നിന്നാണ് കിട്ടേണ്ടത്. ഇതൊരു മാർഗം മാത്രമാണ്, അതല്ലാതെ ലാത്തയോ ഉസ്സയോ ആണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതെന്നോ ലാത്തയോ ഉസ്സയോ ആണ് എല്ലാ ഉപദ്രവങ്ങളൊക്കെ നീക്കിത്തരുന്നതെന്നോ എന്നുള്ള പരമാർത്ഥമായ വിശ്വാസമല്ല. മറിച്ചെല്ലാം അല്ലാഹുവിൽ നിന്നാണ്, എല്ലാത്തിന്റെയും അധീനത, എല്ലാത്തിന്റെയും മാലിക് അല്ലാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഈ ആളുകളെ അവർ വിളിക്കുമായിരുന്നു. എന്നാൽ അവർക്കറിയാം ഇങ്ങനെ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു തരത്തിലൊരു പങ്കു ചേർക്കലാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് പങ്കുകാരില്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വിസമ്മതിച്ചത്. ഇതാ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥന ഈ പറയുന്ന ലാത്തയോടും ഉസ്സയോടും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിന് ന്യായം പറഞ്ഞതാണ്, ഒരു പങ്കുകാരുണ്ട്, അത് നീ നിശ്ചയിച്ചതാണ്
ഇങ്ങനെ ലാത്തയോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് നീ നിശ്ചയിച്ചതാണ്, ഉസ്സയോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് നീ നിശ്ചയിച്ചതാണ്. അവരോട് ചോദിച്ചാൽ കിട്ടുന്നത് നീ നൽകിയതിൽ നിന്നാണ്, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ നൽകുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇവർ പറഞ്ഞത്. എന്നാൽ നോക്കൂ, ഇന്നും ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ന്യായം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കുമ്പോൾ അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നതാണ്. അള്ളയാണ് എല്ലാം നൽകുന്നത്, അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും നൽകാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കായി. അതല്ലാതെ അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നും ചോദിച്ചാൽ ശിർക്കല്ല, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നും ചോദിക്കാം എന്ന് വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മക്കയിലുള്ള മുശ്രിക്കുകൾ ലാത്തയോടും ഉസ്സയോടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഒക്കെ ചോദിച്ചതും അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ്. അതല്ലാതെ അള്ളാഹു വേറൊരു ഇലാഹാണ്, ഇവരാണ് ലോകം ഭരിച്ച് അതിൽ നിന്നും എല്ലാ ഉപകാര ഉപദ്രവങ്ങൾ നൽകുന്ന മറ്റൊരു ഇലാഹാണ് ഈ ലാത്തയും ഉസ്സയൊന്നും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ പലർക്കും അറിയാതെ പോകുകയാണ്. എന്നിട്ടോ ഇവിടെ നീ പറയുന്ന കണ്ട ശിർക്കൻ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷവും അവിടെ എത്തിയതിന് ശേഷവും ഒളിച്ചും പാത്തും ക്യാമ്പുകളിലും ടെന്റുകളിലും മുറികളിലുമായി ഈ രൂപത്തിലുള്ള ശിർക്കൻ വചനങ്ങൾ അടങ്ങുന്ന മൗലൂദുകൾ പാരായണം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരെ, ഹജ്ജിന് ഇങ്ങനെ ഒരു കർമ്മമില്ല. ഹജ്ജിലുള്ള പ്രാർത്ഥനകളും മുഴുവനും ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ലാ ശരീക ലഹു, അതിലൊരു പങ്കും മറ്റാർക്കും നൽകാൻ പാടില്ല. പ്രാർത്ഥന ഇബാദത്താണ്, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരു പങ്ക് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. ഇസ്തിഗാസ ഇബാദത്താണ്, അതുകൊണ്ട് ഇസ്തിഗാസയിൽ ഒരു പങ്ക് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. സഹായതേട്ടങ്ങൾ അത് ഇബാദത്താണ്, അതിലൊരു പങ്ക് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. ഭരമേൽപ്പിക്കൽ തവക്കുൽ ഇബാദത്താണ്, അതുകൊണ്ട് ഭരമേൽപ്പിക്കലിൽ ഒരു പങ്ക് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം എന്ന പരമ അടിസ്ഥാനം നിങ്ങൾ പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഹജ്ജിന് ഈ പറയുന്ന പ്രതിഫലം ലഭിക്കുകയില്ല. മറിച്ച് കാലാകാലം നരകത്തിലേക്ക് പോകേണ്ട കടുത്ത ശിക്ഷയുമായിട്ടായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് മടങ്ങുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ചെറിയ ശിർക്കിൽ നിന്നും മുക്തമായിരിക്കണം. അഥവാ നമ്മുടെ കർമ്മം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അല്ലാഹുവേ ഈ ഹജ്ജ് അത് ലോകമാന്യവും ജനങ്ങളുടെ കീർത്തിയും ഇല്ലാത്ത ഹജ്ജാണ് എന്നവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം നാട്ടുകാർ നമ്മെ വലിയ ഇബാദത്ത് ചെയ്ത ആളായിട്ട് പരിഗണിക്കാനോ, ഹാജിമാരായി നമ്മളെ കണ്ടുകൊണ്ട് സ്വീകരിക്കാനോ, വലിയ ഹാജിയായി നാട്ടിൽ നമുക്ക് വലിയ സ്ഥാനം നൽകാനോ, ആളുകൾ ബഹുമാനിക്കാനോ ഒന്നുമാകാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു നമുക്ക് നിശ്ചയിച്ച നിർബന്ധ ബാധ്യത പൂർത്തീകരിക്കുക നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമാണ്, പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരമാണ്. ഇതിനു വേണ്ടി ഞാൻ പുറപ്പെടുകയാണ്. ഇത് അല്ലാഹു സ്വീകരിച്ചോ ഇല്ല എന്ന് പോലും എനിക്കറിയുകയില്ല. അതുകൊണ്ട് അഹങ്കരിക്കാനോ അതുപോലെ തന്നെ ലോകമാന്യം കാണിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല, വിഡിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായ അള്ളാഹുവിനുള്ള കീഴൊതുങ്ങിക്കൊണ്ട് ചെറുതും വലുതുമായ ശിർക്കിൽ നിന്ന് മുക്തമായ ഹജ്ജ് ചെയ്യാൻ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യം അഥവാ നമ്മളെല്ലാം അള്ളാഹുവിൽ ആവശ്യക്കാരാണ് എന്ന കാര്യത്തെ പൂർണ്ണമായി കാട്ടിത്തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദുനിയാവിൽ മുഴുവനും അള്ളാഹുലേക്ക് ആവശ്യക്കാരായ ആളുകളാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ മുഴുവൻ ആളുകളും നിങ്ങൾ അള്ളാഹുലേക്ക് ഫുഖറാക്കളാണ്, ആവശ്യക്കാരാണ് എന്നറിയിക്കുന്ന കാര്യം ഹജ്ജിലുണ്ട്. നോക്കൂ, പുരുഷന്മാരായ ആളുകൾ ഹജ്ജിലേക്ക് എത്തുന്ന സമയത്ത് അവരെത്ര വലിയ പണക്കാരാകട്ടെ, എത്ര വലിയ പത്രാസുള്ള ആളുകളാകട്ടെ, രണ്ട് വസ്ത്രം കൊണ്ടാണ് ആ ഹജ്ജിന് വേണ്ടി ഹറാം കെട്ടി അവർ പുറപ്പെടുന്നത്. സഹോദരങ്ങൾ, ഇതെന്താണ് അവൻ ഓർമ്മപ്പെടുത്തുന്നത്? അവൻ ഈ ലോകത്ത് നിന്നും പിരിഞ്ഞു പോകുമ്പോൾ അവൻ ധരിക്കുന്ന കഫൻ പുടവ അതിനോട് സാദൃശ്യമുള്ള വസ്ത്രമാണ്, വെള്ള വസ്ത്രമാണ് അവൻ ധരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് അവന് ദുനിയാവുമായിട്ടുള്ള ബന്ധം. ഈ ദുനിയാവിൽ ഇതല്ലാതെ മറ്റൊരു ബന്ധവുമില്ല. ഈ പറയുന്ന കാര്യം കൊണ്ടല്ലാതെ ഈ ദുനിയാവിലേക്ക് എനിക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കുകയില്ല. ഞാൻ മുഴുവനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിലാണ്. എൻ്റെ അധികാരം എനിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളും റബ്ബിലേക്കാണ് ഞാൻ മടക്കേണ്ടത് എന്ന ബോധ്യം ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുന്നത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം സുന്നത്ത് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ചെയ്യണമെന്നുള്ളത് ഹജ്ജിൽ വലിയ പാഠമുണ്ട്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത വേളയിൽ സ്വഹാബികളോട് പറയുകയാണ്, ലിതഖുദു മനാസികക്കും, നിങ്ങളെല്ലാം ഈ ഹജ്ജിന്റെ കർമ്മം എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദാ ആദി, എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് ഞാൻ ചെയ്യുകയില്ല. അതുകൊണ്ട് സഹാബികളെ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഖുദു അന്നി മനാസികക്കും,
ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയാൻ. അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമ്മൾ ഹജ്ജിന് പോയാൽ എന്തുകൊണ്ടാണ് തവാഫ് 7 അവസാനിപ്പിക്കുന്നത്? എന്തുകൊണ്ട് 6 അവസാനിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് 8 നമ്മൾ വർദ്ധിപ്പിക്കുന്നില്ല? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച തവാഫ് 7 ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച സഅയ് 7 ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതങ്ങനെ ചെയ്ത് നേരെ ചിന്തിക്കാതെ പോന്നാൽ പോരാ. ഇതുപോലെയാണ് നിന്റെ ജീവിതം മുഴുവൻ. നീ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും നീ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇതെന്റെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അങ്ങനെയുള്ള അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ, ഇവരാരെങ്കിലും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടോ? ഇവരൊന്നും ചെയ്യാത്ത ഈ കർമ്മം ഞാൻ എന്തിനീ കഷ്ടപ്പെട്ട് ചെയ്യണം എന്ന കാര്യം ചിന്തിക്കണം. ഈ ദീൻ എളുപ്പമാണ്, അത് മനോഹരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് വളരെ എളുപ്പമാക്കി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും നാട്ടുകാർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നതല്ല അതിന്റെ മാനദണ്ഡം. എൻ്റെ പാരമ്പര്യമായിട്ട് തറവാട്ടിൽ ചെയ്തു പോരുന്നതാണ് എന്നതല്ല നോക്കേണ്ടത് സഹോദരങ്ങളെ. ആ പാരമ്പര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിട്ടുണ്ടോ, സ്വഹാബികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എത്തിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, തുഫ്തു മഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തവാഫ് ചെയ്യുകയാണ്. ഫലമ്മാ കുൻതു ഇൻദ റുക്നിൽ ലദി യലി അൽ ബാബ് മിമ്മാ യലി അൽ ഹജർ, ഹജറുൽ അസ്വദിന് ശേഷം ആ കഅബയുടെ വാതിലിന് ശേഷമുള്ള മറ്റൊരു മൂലയുണ്ട്. ആ മൂലയിലേക്ക് എത്തിയപ്പോൾ അഖദ്തു ബിയദി ലിയസ്തലിം, ആ മൂല തൊടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കൈകൾ ഇങ്ങനെ ഉയർത്തുകയാണ്. മഹാനായ യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബിയായ തവാഫ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു ചോദിച്ചു, അമാ തുഫ്ത മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ യഅല ഇബ്നു ഉമയ്യ, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം തവാഫ് ചെയ്ത ആളല്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം, ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യം നോക്കണം, ഫഹൽ റഅയ്തഹു യസ്തലിമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് അല്ലാതെ അതിനപ്പുറത്തുള്ള ആ മൂല സ്പർശിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മഹാനായ ഉമറിന്റെ വാക്ക് ശ്രദ്ധിക്കൂ, ഫൻഫുസ് അൻക ഫഇന്ന ലക ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എങ്കിൽ വിട്ടുകടക്കുക, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിലാണ് ഉത്തമമായ മാതൃകയുള്ളത് എന്ന് സഹോദരങ്ങളെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇവിടുന്ന് ഹജ്ജിന് പുറപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ല. പലരും അവിടെയും ഇവിടെയും ഒക്കെ എന്താണെന്ന് പോലും അറിയാതെ ആ കഅബയുടെ എല്ലാ ഭാഗത്തു നിന്നും ബറക്കത്തെടുക്കുന്നത് കാണാം. മസ്ജിദുൽ ഹറമിന്റെ എല്ലാ ഭാഗത്തും സ്പർശിച്ച് ബറക്കത്തെടുക്കുന്നത് കാണാം. അങ്ങനെ ഒരു നിലക്കും സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതായ ഒരുപാട് ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് മടങ്ങുന്നത് കാണാം. സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശ്ചയിച്ചത് നമുക്ക് ഇബാദത്തുകൾ പഠിപ്പിക്കാനാണ്. അത് കണ്ട് മാത്രമേ നമുക്ക് ചെയ്യാവൂ. അവിടുന്ന് അറിയിച്ചു തന്ന രീതിയിൽ മാത്രമേ ചെയ്യാവൂ. ജീവിതം മുഴുവനും എൻ്റെ ഇബാദത്തുകൾ ആ നിലക്ക് മാത്രമേ ഞാൻ ക്രമീകരിക്കാൻ പാടുള്ളൂ എന്ന് മഹത്തരമായ പാഠം ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഓരോ ഹാജിമാർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഹജ്ജ് കഴിഞ്ഞ് പിന്നെയും ഇവിടെ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത നബിദിനം കൊണ്ടാടുക, മാലമൗലൂദുകൾ കഴിക്കുക, റാത്തീബുകൾ കഴിക്കുക, ഹദ്ദാദുകൾ കഴിക്കുക തുടങ്ങിയ ബിദ്അത്തിന്റെ ആളുകളാകാൻ നിങ്ങൾ പാടില്ല. മുഴുവൻ ബിദ്അത്തുകളിൽ നിന്നും ബിദ്അത്തുകളും വർജിച്ചുകൊണ്ട് സുന്നത്തിന്റെ ആളുകളായി മടങ്ങാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഹജ്ജിൽ നിർബന്ധമായി നേടിയിരിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഖ്വ. അവൻ മുത്തഖിയായി മാറുക, തഖ്വയുള്ളവനായി മാറുക എന്നുള്ളത്. ഹജ്ജിലെ കർമ്മങ്ങളെല്ലാം നോക്കിയാൽ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ പാലിക്കലോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലോ ആണ്. നമ്മൾ ഹറാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി എന്ന കാരണത്താലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. നോക്കൂ, ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളിലെല്ലാം
തഖ്വയുമായുള്ള പരാമർശം കാണാം. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ അതിനാൽ ഒരുങ്ങുക. നിങ്ങൾ ഒരുങ്ങുന്ന കാര്യങ്ങളിൽ യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും മനോഹരമായത്, ഏറ്റവും ഖൈറായത് അത്തഖ്വ, അത് തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ പറഞ്ഞു ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ ഈ അറവ് നടത്തുന്നതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങളിലുള്ള തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹാജിമാരായ ആളുകൾ അവരുടെ ജീവിതത്തിലുടനീളം തഖ്വയുള്ള ആളുകളാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാഴാക്കുന്ന ഒരവസ്ഥ ഇനി മരണം വരെ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിസ്കാരം വൈകി നിസ്കരിക്കുന്ന അവസ്ഥ, നിസ്കാരം പാഴാക്കുന്ന അവസ്ഥ, റമളാനിലെ നോമ്പുകൾ പാഴാക്കുന്ന അവസ്ഥ, അങ്ങനെ അള്ളാഹു ഏതേത് കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം ഇനി മരണം വരെ ഞാൻ അത് കൃത്യമായി പാലിക്കുമെന്ന ഉറച്ച ദൃഢബോധ്യത്തോടു കൂടി അവർ പുറപ്പെടേണ്ടതുണ്ട് മടങ്ങിയിട്ട്. അതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പരമാവധി വിട്ടുനിൽക്കുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ അവർ അതിനുവേണ്ടി ദൃഢനിശ്ചയം എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തഖ്വയുള്ള ആളുകളായി നമ്മൾ തിരിച്ചെത്തേണ്ടതുണ്ട്. ഹജ്ജിന് മുമ്പ് പോയ ഹജ്ജിന് ആളാകാൻ പാടില്ല. ഹജ്ജിന് ശേഷമുള്ള അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം ദിക്ർ നിലനിർത്തുക എന്നുള്ള കാര്യവും ഹജ്ജിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ട പാഠമാണ്. ഒരു മുഅ്മിന്റെ ഖൽബും ഒരു മുഅ്മിന്റെ നാവും എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും തക്ബീറും തഹ്മീദും തഹ്ലീലും ഒക്കെയായി അവന്റെ ഖൽബും നാവും എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം. നോക്കൂ, ഹജ്ജിന്റെ വേളയിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായും സഈലും തവാഫിലും ഹജ്ജിലും എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള കാര്യമാണ് അവിടെ എല്ലാം ഉള്ളത്. ഫൈദാ അഫദ്തും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. നിങ്ങൾ അറഫാത്തിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മശ്അറുൽ ഹറാമിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുക. ഫദ്കുറൂഹു കമാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതുപോലെ അല്ലാഹുവിനെ നിങ്ങൾ അവനെ ഓർക്കുക. വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ് ദ്വാല്ലീൻ. നേരത്തെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കാത്ത വഴിപിഴച്ച ആളുകളായിരുന്നു. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്. പിന്നീട് ജനങ്ങൾ പുറപ്പെടുന്നിടത്ത് പുറപ്പെടുക. വസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. ഫൈദാ ഖളൈതും മനാസികക്കും. നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്താൽ ഫദ്കുറുല്ലാഹ്. എല്ലാ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തു തീർത്താൽ അല്ലാഹുവിനെ നിങ്ങൾ വീണ്ടും ഓർക്കുക. കദിക്രിക്കും ആബാഅക്കും വശദ്ദ ദിക്ര. പഴയ കാലത്ത് മുശ്രിക്കുകൾ അവരുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് കാരണവന്മാരെ കുറിച്ച് പുകഴ്ത്തി പറയുമായിരുന്നു. അല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അല്ലാഹുവിനെയാണ് പുകഴ്ത്തി പറയേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ചുരുക്കത്തിൽ ഹജ്ജിന്റെ ഏതേത് കർമ്മങ്ങളിലും സഹോദരങ്ങളെ തക്ബീറുകളും തഹ്ലീലുകളും ലബ്ബൈക്കുകളുമായി അല്ലാഹുവിനെ സദാ ദിക്റിലായിട്ടുള്ള ദിവസങ്ങളാണ്, 4-5 ദിവസങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കേണ്ടവനാണ്, ദിക്റുള്ളവനായി തീരണം ഒരു മുഅ്മിൻ എന്ന വലിയ പാഠം ഹജ്ജിൽ ഓരോരുത്തരും സഹോദരങ്ങളെ നേടിയെടുക്കേണ്ട കാര്യമാണ്. അതുപോലെ ഹജ്ജിൽ സഹോദരങ്ങൾ ഓരോരുത്തർക്കും നേടിയെടുക്കേണ്ട വലിയൊരു പാഠം എന്ന് പറയുന്നത് മഹ്ശറയെ കുറിച്ചുള്ള ചിന്ത അവനുണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. 22-ാമത്തെ അധ്യായം സൂറത്തു ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത് ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് ആരംഭിക്കുന്നത് മഹ്ശറയുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലതസ് സഅതി ശൈഉൻ അളീം. തീർച്ചയായും ഈ പ്രകമ്പനം എന്ന് പറയുന്നത്, ഈ ലോകം അവസാനിക്കുന്ന ഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളുക എന്നുള്ളത് വലിയ കാര്യമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. ഓരോ സ്ത്രീയും അവൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ കുറിച്ച് പോലും അശ്രദ്ധയായിക്കൊണ്ട് അവൾ ഓടിപ്പോകുന്നതാണ്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. പ്രസവിക്കാനായ ഓരോ സ്ത്രീയും ഈ ഭൂകമ്പം കേട്ടുകൊണ്ട് ആ പ്രസവിച്ചു പോകുന്നതാണ്. വതറന്നാസ സുകാറ. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരെ പോലെ, മത്തുപിടിച്ചവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. വമാഹും ബിസുകാറ. അവരാരും ലഹരി ബാധിച്ചവരല്ല. വലാകിൻ അദാബുല്ലാഹി ശദീദ്. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമായതാണ് എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ, ആ ലോക അവസാനവുമായി ബന്ധപ്പെട്ട പരലോക ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിന്റെ ആദ്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഹാജിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ അവർ അറഫയിലും മറ്റുമൊക്കെ സമ്മേളിക്കുന്ന സമയത്ത്. എല്ലാ ഭാഗത്തു നിന്നുള്ള മുസ്ലിമീങ്ങളും എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്, സമ്മേളിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്, ഒന്നും കയ്യിലെടുക്കാനില്ല. എല്ലാവരും ഒരു കുടുംബങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരൊറ്റ പ്രതലത്തിലാണ്. ഇതേപോലെയായിരിക്കും നാളെ മഹ്ശറയിൽ ഉണ്ടാകുക. ആരും ആരെയും നോക്കുകയില്ല. ഉപ്പ ഉമ്മയെ നോക്കുകയില്ല, ഉമ്മ ഉപ്പയെ നോക്കുകയില്ല, മക്കൾ മാതാപിതാക്കളെ നോക്കുകയില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല.
എല്ലാവരും മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കും. ഒന്നും കയ്യിലേക്ക് എടുക്കാനുണ്ടാവുകയില്ല, അവരുടെ കയ്യിൽ വസ്ത്രങ്ങൾ ഉണ്ടാവുകയില്ല, അവർ നഗ്നരായിരിക്കും. ഇങ്ങനെ ഒരു മഹ്ശറ നാളെ വരാനുണ്ട് എന്നുള്ള ചിന്ത, ഇതുപോലെ ഞാനല്ല ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടേണ്ടി വരും എന്ന ചിന്ത ആ അറഫയിലും മറ്റുമൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോ മുസ്ലിമിന്റെ മനസ്സിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. സൂറത്തു ഹജ്ജ് അവർ കൃത്യമായി വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും മഹ്ശറയുമായി പരലോകവുമായി വലിയ ബന്ധമുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് കൊണ്ട് ആരംഭിച്ചത് എന്നുള്ളത് പല മുഫസ്സിറുകളും പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങൾ, സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും, ഈ രണ്ടനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കാണിക്കലാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ രണ്ടനുഗ്രഹങ്ങളും നൽകിയ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. ശാരീരികമായ കഴിവില്ലാത്തവർക്ക് ഹജ്ജ് നിർബന്ധമില്ല, സാമ്പത്തികമായ കഴിവില്ലാത്തവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഇത് രണ്ടും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് എന്ന് അവൻ തിരിച്ചറിയണം. ഈ ഹജ്ജ് എന്ന് പറയുന്നത് ആ അനുഗ്രഹത്തിനുള്ള നന്ദി കാണിക്കലാണ്. എനിക്ക് എൻ്റെ സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്, എൻ്റെ ആരോഗ്യം ഈ 4-5 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിനിയോഗിക്കുന്നത്. ഇത് രണ്ടുള്ള നന്ദി പ്രകടനമാണ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ ഹജ്ജിനിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വലിയ ബുദ്ധിമുട്ടായി, തലവേദനയായി കാണാൻ പാടില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ആ രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ നന്നായിട്ട് ആരോഗ്യമുള്ള എനിക്ക് ശരീരം നൽകിയിട്ടുണ്ട്, രോഗങ്ങളില്ലാത്ത ശരീരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, അതിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കലാണ് എന്ന ചിന്തയോടുകൂടി ഞാൻ പുറപ്പെടേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഹജ്ജിന് പോയി വരുന്ന ആളുകളുടെ സ്വഭാവം നേരത്തെയുള്ള സ്വഭാവത്തിനേക്കാൾ സംസ്കരിക്കപ്പെട്ട സ്വഭാവമായി തീരേണ്ടതുണ്ട്. ഹജ്ജിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് ഏതാനും അറിയപ്പെട്ട മാസങ്ങളിലാണ്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമായാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഫലാ റഫസ, മ്ലേച്ഛമായ ലൈംഗിക ചുവയുള്ള വാക്കുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇഹ്റാമിലുള്ള വ്യക്തിക്ക് പാടില്ല. വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിന്റെ വേളയിൽ അവൻ തിന്മകളൊന്നും ചെയ്യാൻ പാടില്ല. വലാ ജിദാല ഫിൽ ഹജ്ജ്, തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം കയർക്കുന്ന സ്വഭാവങ്ങളൊന്നും ഹജ്ജിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഹജ്ജിൽ മാത്രമായിട്ടുള്ള നിബന്ധനകളല്ല, മറിച്ച് ഈ പറയുന്ന എല്ലാ വൃത്തികേടുകളും സഹോദരങ്ങളെ ജീവിതത്തിന് മുഴുവൻ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. ഈ ഹജ്ജിന്റെ വേളയിൽ അവൻ അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നന്നാക്കുകയാണ്. ഹജ്ജിന് വേണ്ടി അവൻ്റെ സ്വഭാവം നന്നാക്കുകയാണ്. ആളുകളോട് ദേഷ്യം പിടിക്കുന്നത്, അനാവശ്യമായി തർക്കത്തിൽ ഏർപ്പെടുന്നത്, ആളുകളോട് മോശമായി പെരുമാറുന്നത്, ഇതെല്ലാം ഹജ്ജിന് വേണ്ടി അവൻ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ച് നാട്ടിലെത്തിയാലും അവൻ്റെ സ്വഭാവം അതുപോലെ സംസ്കരിക്കപ്പെട്ടവനായിരിക്കേണ്ടതുണ്ട്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നിനക്ക് ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, നീ ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി തീരേണ്ടതുണ്ട്. ഹജ്ജിന് പോയിട്ട് വന്ന നീയും ഹജ്ജിന് മുമ്പുള്ള നീയും ഒരുപോലെയായി തീരാൻ പാടില്ല. ഹജ്ജിലൂടെ സംസ്കരിക്കപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായി നീ മടങ്ങി വരേണ്ടതുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ ഹജ്ജിൻ്റെ പാഠങ്ങളിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച, അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചെത്താൻ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി ഹജ്ജ് ചെയ്തവർക്ക് ഇനി ഹജ്ജ് ചെയ്യാനും ചെയ്യാത്തവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.